ഓക്കെ യെസ് ഹലോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്ത ആളുകൾ മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ട് വരിക, അതിനുശേഷം ഈ ഒരു ക്ലാസ് കാണുക. അപ്പോൾ ഈ ക്ലാസ് കണ്ടിന്യൂ ആയിട്ട് കാണുന്ന ആളുകൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ മുന്നോട്ട് കാണുക. അപ്പം തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് ദിശ അക്കാദമി ഒരുക്കുന്നത്. അതിൽ ഫണ്ടമെന്റൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ആളുകളുണ്ട് ഈ പരീക്ഷയൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആദ്യമായിട്ട് വന്ന് അപ്ലൈ ചെയ്യുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കണം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ആളുകൾക്ക് ഒരു ഹെൽപ്പും കൂടെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, എക്സാമിന് കുറച്ചും കൂടെ സീരിയസ് ആണ്, ഇത്തവണ തന്നെ നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കണം എന്നുള്ള ഒരാളുകൾ കുറച്ചും കൂടെ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ, അതുപോലെ തന്നെ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്മുടെ കോഴ്സ് ഉണ്ട്. കോഴ്സിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കോഴ്സ് നമുക്ക് ഒന്നാമത്തെ കാര്യം, നമുക്ക് ഓഫ്ലൈനായിട്ട് കോഴ്സുകളുണ്ട്. ഓഫ്ലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ 5 സെന്ററുകളിൽ, കൊല്ലം, കൊട്ടാരക്കര, തിരുവനന്തപുരം, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ, ഇങ്ങനെ 5 സെന്ററുകളിലും നമുക്ക് ഗ്രൂപ്പ് ഡിന്റെ ക്ലാസ്സുകളുണ്ട്. ഈ വരുന്ന മാർച്ച് 5-ാം തീയതിയാണ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനത്തെ ഗ്രൂപ്പ് ഡിന്റെ ബാച്ച് ആയിരിക്കും, അതിനുശേഷം ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയമില്ലാത്ത ആളുകളാണ്, വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരം നിലവിലുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത് ഡിവിസിബിലിറ്റിനെ കുറിച്ചായിരുന്നു. കുറേ ഡിവിസിബിലിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. കാരണം നമ്മൾ ഡിവിസിബിലിറ്റി പഠിച്ചു, ഇനി എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇനി ഡിവിസിബിലിറ്റി ഉണ്ട്, 3 നമ്പറിന്റെ ഡിവിസിബിലിറ്റി കൂടെ നമുക്ക് പറയാനുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോകാന്നുള്ളത് തന്നെയാണ്. അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ക്വസ്റ്റ്യൻ 276x1 is divisible by 3. അതായത് 276x1 ഇതൊരു നമ്പറാണ്. അതിൽ ഈ ഒരു ഡിജിറ്റിന്റെ സ്ഥാനത്ത് എന്താ കൊടുത്തിരിക്കുന്നത്, എക്സ് എന്ന് പറഞ്ഞൊരു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എന്ത് വരാം, അവിടെ 0 മുതൽ 1, 2, 3 എക്സെട്ര 9 വരെയുള്ള ഏത് നമ്പറും കൊടുക്കാം. ഏത് നമ്പർ കൊടുത്താലും അതൊരു ഡിജിറ്റ്, അതൊരു നമ്പറായിട്ട് നിൽക്കുമല്ലോ. ഇവിടെ ഇരട്ടസംഖ്യ അല്ല, മീൻസ് ഇരട്ടസംഖ്യ അല്ല, 2 ഡിജിറ്റ് വരില്ല, 1 ഡിജിറ്റ് മാത്രമേ വരുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. 0 മുതൽ 9 വരെയുള്ള ഏത് ഡിജിറ്റ് വേണമെങ്കിലും ഇവിടെ വരാം. ചോദ്യം ഇതാണ്, അതിനെ, ഈ ഒരു നമ്പറിനെ എനിക്ക് കൃത്യമായി 3 കൊണ്ട് ഹരിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. ഈ നമ്പറിനെ ഇവിടെ എക്സിന് കുറെ വാല്യൂസ് കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ നമ്പറിന് എനിക്ക് കൃത്യമായി 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ട്. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടാവില്ല. ഡിവിസിബിൾ എന്നുള്ളതിന്റെ അർത്ഥം എന്താ, 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടാവില്ല. 12 ഈസ് ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞാൽ 12നെ കൃത്യമായി ഹരിക്കാൻ പറ്റും, ശിഷ്ടമില്ല എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ പറയാണ്, ഇവിടെ ഈ നമ്പറിനെ, നമുക്കറിയാത്ത ഈ ഒരു നമ്പറിനെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സം ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്? അങ്ങനെ പല വാല്യൂസ് പറ്റൂല എക്സിന്. എക്സിന് ഇവിടെ പല വാല്യൂസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, 3 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുന്ന ഉത്തരങ്ങൾ കിട്ടും. അത് ഏതൊക്കെയാണ് ആ വാല്യൂസ്, എക്സിന് പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിന് ചിലപ്പോൾ 4ഉം 5ഉം ആയിരിക്കും പറ്റുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത്, 4ന്റെയും 5ന്റെയും സം എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ എക്സിന് ഏതൊക്കെ വാല്യൂസ് പറ്റും എന്ന് നമ്മൾ നോക്കണം. റെഡി അല്ലേ? അതിന് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ഒരു നമ്പർ 3 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ആ നമ്പറിന്റെ സം ഓഫ് ഡിജിറ്റ്സ് എന്തായിരിക്കണം? സം ഓഫ് ഡിജിറ്റ്സ് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. നമ്മൾ അങ്ങനെ പഠിച്ചത്. അപ്പൊ എല്ലാം കൂടെ കൂട്ടിക്കോ, 7ഉം 2ഉം 7ഉം 2ഉം 9ഉം 6ഉം 15 എക്സും 15 പ്ലസ് എക്സ് പ്ലസ് 1. അപ്പൊ 16 പ്ലസ് എക്സ്, ഇതാണ് സം ഓഫ് ഡിജിറ്റ്സ്. ഇത് ആരാവണം? ഇത് 3ന്റെ ഗുണനം ആവണം, 3ന്റെ ഗുണിതമാവണം, 3ന്റെ മൾട്ടിപ്പിൾ ആവണം. 16 പ്ലസ് എക്സ്, 16ന് ശേഷമുള്ള 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാ? 18 വരാം. ഓക്കെ, 21 വരാം. ഓക്കെ, പിന്നെ 24 വരാം, പിന്നെ 27 വരാം, പിന്നെ 30 വരാം. അങ്ങനെ കുറെ വാല്യൂസ് പറ്റും അല്ലെ? ഈ 16 പ്ലസ് എക്സ് 18 ആവണമെങ്കിൽ എക്സ് എത്രയാ? 2 ആയിരിക്കണം. എക്സ് 2 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ വാല്യൂസും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 2, 7, 6, 2, 1 ഇങ്ങനെയാണ് ആ നമ്പർ എന്നുണ്ടെങ്കിൽ 7, 2, 9ഉം 6ഉം 15ഉം 2ഉം 17, 1ഉം 18 കണ്ട കൂട്ടുമ്പോൾ 18 കിട്ടും. ഇനി 2ന്റെ 2 അല്ല, ആ 16 പ്ലസ് എക്സ് ഈക്വൽ ടു 21 ആവണമെങ്കിൽ അവിടെ എക്സ് എത്രയായിരിക്കണം? 5 ആയിരിക്കണം. ഓക്കെ, അപ്പൊ 5 വന്നാലും നിങ്ങൾക്ക് 3ന്റെ മൾട്ടിപ്പിൾ കിട്ടും. 16 പ്ലസ് എക്സ് ഈക്വൽ ടു 24 ആവുക എന്ന് പറഞ്ഞാൽ എത്രയാ? എക്സ് ഈക്വൽ ടു 8 വരണം.
ഓക്കെ. ഇനി 16 പ്ലസ് എക്സ് ഈക്വൽ ടു 27 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്ര വരണം? 11 വരണം. പക്ഷെ അത് പറ്റുമോ? പറ്റൂല. ഇവിടെ ഒരു ഡിജിറ്റേ എഴുതാൻ പറ്റുള്ളൂ. എക്സിന്റെ സ്ഥാനത്ത് 9 വരെ പോകാൻ പറ്റുള്ളൂ മാക്സിമം. അപ്പൊ ഏതൊക്കെ വാല്യൂസേ പറ്റുള്ളൂ? 2ഉം 5ഉം 8ഉം മാത്രമേ പറ്റുള്ളൂ. അത് അപ്പൊ പോസിബിൾ വാല്യൂസ് അല്ല 2, 5, 8. ഇതെല്ലാം കൂടെ കൂട്ടിയ എത്രയാടാ? 2ഉം 5ഉം 7ഉം 8ഉം 15. അപ്പൊ നമ്മളെ ഉത്തരം പോസിബിലിറ്റീസ് 2ഉം 5ഉം 7ഉം ആണ്. അതെല്ലാം കൂടെ കൂട്ടി എത്ര കിട്ടും? 15 കിട്ടും. അപ്പൊ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആകെ എന്തറിഞ്ഞാൽ മതി? 3ന്റെ ഡിവിസിബിലിറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 3ന്റെ ഡിവിസിബിലിറ്റി മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ആർ കോപ്രൈംസ്? ഓക്കെ, കോപ്രൈം എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 നമ്പറുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് 15, 14. ഈ 15 പ്രൈം നമ്പർ അല്ല അല്ലെ? 15 ആരുണ്ട്? 5 ഉണ്ട്, അതുപോലെ തന്നെ 3 ഉണ്ട്. 14 പ്രൈം നമ്പർ അല്ല. 14 7 ഉണ്ട്, 2 ഉണ്ട്. പക്ഷേ ഇവര് രണ്ടിലും കോമൺ ആയിട്ട് ആരും ഇല്ലല്ലോ. ഉദാഹരണമായിട്ട് നമ്മൾ ഇവരെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും കട്ടായി പോകാനുണ്ടോ? കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? കോമൺ ആയിട്ട് ആരും ഇല്ല. അങ്ങനെ കോമൺ ആയി നമ്പറുകളൊന്നും ഇല്ലാത്ത 2 നമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോപ്രൈം നമ്പേഴ്സ്. ഓക്കെ, കോപ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ 2 നമ്പറുകളിൽ കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല. അങ്ങനെയുള്ള നമ്പർ ഇതിൽ ആരാന്ന് ചോദിച്ചത്. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് നോക്കി പോവാം. ഓപ്ഷൻസ് നോക്കി പോകുമ്പോൾ ഇവിടെ നോക്കിയേ, 3025, 4920. ഇതില് 5 ഇല്ലേ അല്ലേ? 3025 എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു ഘടകം, അതിന്റെ ഒരു ഫാക്ടറാണ് ആര്? 5. 4920ന്റെ ഒരു ഫാക്ടറാണ് 5. ഇത് രണ്ടിനും എനിക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ഇതെന്തല്ല? ഇത് കോപ്രൈം അല്ല. ഓക്കെ, പിന്നെ അത് എളുപ്പമുള്ളതാ. 348, 296. ഇതിൽ രണ്ടിലും 2 ഇത് 2 ഇരട്ട സംഖ്യയല്ലേ? ഇതിൽ 2 ആരുണ്ട്? 2 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അപ്പൊ ഇതിലും 2 ഒരു ഫാക്ടറാണ്, ഇതിലും 2 ഒരു കോമൺ ഫാക്ടറാണ്. അപ്പൊ 2 കോമൺ ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് ഇതും എന്തല്ല? കോപ്രൈം അല്ല. കോമൺ ഫാക്ടറുള്ള ആരും കോപ്രൈം അല്ല. ഇനി ഒന്നെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഇവൻ. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് 97 ഒരു പ്രൈം നമ്പർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചതാ 97 പ്രൈം ആണോ അല്ലയോ എന്ന്. അപ്പോ 59ഉം 97ഉം അതിൽ 97 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 59ഉം 97ഉം തമ്മിൽ നിങ്ങൾ യാതൊരു ബന്ധവും കാണാത്ത സ്ഥിതിക്ക് എന്താ? ഇതാണ് എന്ത് വരിക? കോപ്രൈം നമ്പേഴ്സ് വരിക. ഇവിടെ 59 ഒന്ന് തന്നെയാ, പ്രൈം നമ്പർ തന്നെയാ. അപ്പൊ 2 പ്രൈം നമ്പറുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കോപ്രൈം ആയിരിക്കും. അതിൽ കോമൺ ആയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ടാണല്ലോ കോപ്രൈം എന്ന് വിളിക്കുന്നത്. അപ്പൊ 2 പ്രൈം നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ എനിക്ക് ഉത്തരം നോർത്തോളാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരാളെ കോമൺ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പറ്റുമോ നോക്കിയേ. ഇതിൽ 2 ഇല്ല, എന്തായാലും 3 ഉണ്ടോ നോക്ക്. 3 എങ്ങനെ കിട്ടുക? എല്ലാ ഡിജിറ്റ്സും കൂടെ കൂട്ടി നോക്കുക. 114 എല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 213 എല്ലാം കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. ഇത് എന്ത് തന്നെയാ? 3ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ ഇതിൽ 3 ഉണ്ട്. 3 കൊണ്ട് ഹരിക്കാൻ പറ്റും 2നെ. അതും എന്തല്ല? കോപ്രൈം അല്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒക്കെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഈസ് ഡിവിസിബിൾ? ആരെ കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറയുന്നില്ല, വെറുതെ ഡിവിസിബിൾ ആകുന്ന നമ്പർ ഏതാണെന്നാണ് ചോദ്യം. അതിന്റെ അർത്ഥം ഇവിടെ പ്രൈം നമ്പർ അല്ലാത്തത് ആര് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആര് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ഘടകങ്ങളുള്ള ഫാക്ടേഴ്സ് ഉള്ള നമ്പർ ഇതിൽ ആരാണ് ഉള്ളതെന്നാണ് ചോദ്യം. 719 ആണോ, 729 ആണോ, 709 ആണോ, 739 ആണോ? ഇതിൽ ഏതാണ് കോമ്പോസിറ്റ് നമ്പർ ആയിട്ടുള്ളത്, പ്രൈം നമ്പർ അല്ലാത്തത്? ഏതെങ്കിലും നമ്പറുകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഏതൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം? 2 ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കണം, 3 ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കണം, 4, 5, 4 ചെക്ക് ചെയ്യണോ? വേണ്ട, പ്രൈം നമ്പേഴ്സ് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ 4, 7, പിന്നെ 11, 13. ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരെണ്ണത്തിൽ പോലും 2 ഇല്ല. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം ഒറ്റ സംഖ്യയാണ്. ഇനി 3 ഉണ്ടോ നോക്കാം, കൂട്ടിക്കോ. 7, 1, 8, 9, 8, 9, 17. 17ൽ 3 ഇല്ല, അതുകൊണ്ട് ഇതിൽ 3 ഇല്ല. ഇത് കൂട്ടിക്കോ. 7, 9, 16. 16ൽ 3 ഇല്ല, അതുകൊണ്ട് ഇതിൽ 3 ഇല്ല. 7, 2, 9, 9, 18. 18ൽ 3 ഉണ്ട്, അതുകൊണ്ട് 729 ആരുണ്ട്? 3 ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ? 729 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പൊ ഡിവിസിബിൾ ആയിട്ടുള്ള ഉത്തരം ഏതാണുള്ളത്? 729. ഇനി അത് 3 ഇല്ലായിരുന്നെങ്കിലോ? 3 ഉണ്ട്, അതുകൊണ്ട് ഉത്തരമായി. 3ലെ 5 നോക്കണം, 7 നോക്കണം, 11 നോക്കണം, 13 നോക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ എന്തുണ്ടാവും? അതിനകത്ത് ഉണ്ടാവും. ഇനി 13 ഇല്ലെങ്കിൽ നിങ്ങൾ ഓർത്തോളാ, ഇവിടെ ഉള്ള നമ്പേഴ്സ് 700 റേഞ്ചിൽ വരുന്നതാ അല്ലെ? അപ്പൊ ഇവിടെ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കുക. ഈ ഒരു പരിസരത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പൊ ആ പെർഫെക്റ്റ്, ഇപ്പൊ 27 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 729 ആണ്. കണ്ടോ? 729 അതിവിടെ ഉണ്ട് ഓൾറെഡി.
ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 729 വരെ ഞാൻ പറയാം, ഇവിടെ ഒരു 749 ഉള്ളതെന്ന് വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഈ പരിസരത്തുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ കണ്ടുപിടിക്കുക. ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർ, 27ന്റെ സ്ക്വയർ അല്ലേ അത്. അപ്പൊ 27ന്റെ താഴേക്കുള്ള പ്രൈം നമ്പേഴ്സ് എഴുതുക. 27ന്റെ താഴേക്കുള്ള പ്രൈം നമ്പേഴ്സ് ആരാ? 23, പിന്നെ വേറെ ആരുമില്ല, 21 ഇല്ല, പിന്നെ ഉള്ളത് 19, 17, പിന്നെ നമ്മൾ എഴുതിയ ആൾക്കാർ. അപ്പൊ ഇത്രയും ആൾക്കാരെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി. ഇതിന്റെ അപ്പുറത്ത് 23ന്റെ മുകളിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. 23 വരെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആ 23 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിന്റെ അടുത്ത് ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ കൂടുതൽ വീണ്ടും പറയുന്നില്ല. യെസ്. അടുത്തത് ട്വിൻ പ്രൈം എന്ന് പറയുന്ന നമ്പർ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്തൊരു കാര്യമാണ്. എന്താണ് ട്വിൻ പ്രൈം? ട്വിൻ പ്രൈം എന്താണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താ ട്വിൻ പ്രൈം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ട്വിൻ പ്രൈം? ട്വിൻ പ്രൈം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതായത് രണ്ട് പ്രൈം നമ്പർ ആയിരിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് 11, 13 രണ്ട് പ്രൈം നമ്പറാണ്. അതിന്റെ ഇടയിൽ ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ഉണ്ടാവണം. ഇതാണ് ട്വിൻ പ്രൈം എന്ന് പറയുന്നത്. അപ്പൊ 11, 13 വരെ ട്വിൻ പ്രൈം ആണ്. നമുക്ക് ഇങ്ങനെയും പറയാം, വ്യത്യാസം 2 ഉള്ള ഒരു പ്രൈം നമ്പർ, ഇതിനെ നമുക്ക് ട്വിൻ പ്രൈം എന്ന് പറയാം. അപ്പോൾ അവിടെ വ്യത്യാസം 2 വരണം, പ്രൈം നമ്പർ ആയിരിക്കണം. അതൊക്കെ ആരാ? ട്വിൻ പ്രൈം ആണ്. ഇതേ 11, 13 വ്യത്യാസം 2 ആണ്, ഇവർ രണ്ടും പ്രൈം നമ്പർ ആണ്, അതുകൊണ്ട് ഇത് ട്വിൻ പ്രൈം ആണ്. 71, 73 വ്യത്യാസം 2 ആണ്, ഇവർ രണ്ടും പ്രൈം നമ്പർ ആണ്, അതുകൊണ്ട് ട്വിൻ പ്രൈം. പ്രൈം നമ്പർ ആണെന്ന് എനിക്ക് എങ്ങനെ അറിയാവുന്നത്? എൻ്റെ എക്സ്പീരിയൻസ് എന്ന് അറിയാവുന്നതാണ്. നമ്മളിനി എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും ചെക്ക് ചെയ്ത് നോക്കണം. 71 പ്രൈം ആണോ 73 പ്രൈം ആണോ ചെക്ക് ചെയ്ത് നോക്കണം. എവിടെ വരെ ചെക്ക് ചെയ്യണം? 71. 70ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആരാ? 64 അല്ലേ? 64 സ്ക്വയർ 8ന്റെ സ്ക്വയറാ. അപ്പൊ 8ന്റെ താഴേക്കുള്ളത് 7, 5, 3, 2. ഇത് ഏതെങ്കിലും ഈ 71 73 പോകുമെന്ന് നോക്കണം. 7 പോകില്ല, നമ്മൾ ചെക്ക് ചെയ്തു. 5 പോകില്ല, നമ്മൾ ചെക്ക് ചെയ്തു. 3 പോവോ? കൂട്ടി നോക്കുമ്പോൾ പോകുന്നില്ല. 2 പോവോ? ഇല്ല. ഇതൊന്നും പോകാത്തതുകൊണ്ട് ഇത് രണ്ടും എന്താ? പ്രൈം നമ്പർ ആണ്. അങ്ങനെയാണ് നമ്മൾ നോക്കുക. ഓക്കെ. ഇനി ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ? ഈ രണ്ട് നമ്പറിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. രണ്ടിന്റെ വ്യത്യാസം 2 തന്നെയാണ്, ഇവിടെ വ്യത്യാസം 2 തന്നെയാണ്. പക്ഷെ പ്രൈം ആണോ അല്ലയോ എന്നൊരു ഉറപ്പില്ല. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് തുടങ്ങിയോ? എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? ഓരോരോ വാല്യൂസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ. 2 ഉണ്ടോ നോക്കുക, 3 ഉണ്ടോ നോക്കുക, 5 ഉണ്ടോ നോക്കുക, 7 ഉണ്ടോ നോക്കുക. അത് മാൻഡേറ്ററി ആയിട്ട് ഇത്രയും നോക്കണം. 2 ഇല്ല, 2ലും 2 ഇല്ല, 2 ഒറ്റ സംഖ്യയാണ്. 3 ഉണ്ടോ നോക്കുക, കൂട്ടാ. ഇത് കൂട്ടി കഴിഞ്ഞാൽ 5 എന്നാ കിട്ടുക, ഇത് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 7 എന്നാ കിട്ടുക. അപ്പൊ നമുക്ക് 3 ഇല്ല എന്ന് മനസ്സിലായി. 5 എന്തായാലും ഇല്ല. 5 ഉണ്ടെങ്കിൽ 5ലോ 0ലോ അവസാനിക്കണം. 5 ഇല്ല. 7 ഉണ്ടോ നോക്കാം. ഒന്നാമത്തെ 7 ഉണ്ടോ നോക്കാൻ എന്താ ചെയ്യേണ്ടത്? 13ൽ നിന്നും 2 കുറയ്ക്കണം. ഓർമ്മയില്ലേ നമ്മൾ ചെയ്തത്? എങ്ങനെയാ? ഒറ്റ സംഖ്യനെ മാറ്റി എഴുതി ഇരട്ടി എഴുതുക, കുറയ്ക്കുക. 11, 7 ഇല്ല. അടുത്തത് 13ൽ നിന്നും 3 മാറ്റി എഴുതിയിട്ട് ആ 3ന്റെ ഇരട്ടി 6. 13 6 പോയാൽ 7. അപ്പൊ ഇതെന്താ? 133 7ന്റെ മൾട്ടിപ്പിൾ ആണ്. 133 എന്ന് പറഞ്ഞാല് 19 × 7 ആണ്. അതായത് 133 എന്തല്ല? പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രൈം നമ്പർ അല്ല. ക്വസ്റ്റ്യനിൽ നോട്ട് എ പെയർ ഓഫ് ട്വിൻ പ്രൈം, ട്വിൻ പ്രൈം അല്ലാത്തതായിരുന്നാ ചോദിച്ചത്. ഇത് പ്രൈം നമ്പർ അല്ല 133. അതുകൊണ്ട് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് ട്വിൻ പ്രൈം ആണെന്ന് നമുക്ക് പറയാനും പറ്റൂല. അപ്പൊ ട്വിൻ പ്രൈം ആരാന്നുള്ളത് മറന്നു പോരുത്. രണ്ട് നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണെങ്കിൽ അതാണ് ട്വിൻ പ്രൈം എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. കോപ്രൈം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുള്ളൂ. അതായത് 2 എന്ന് പറയുന്ന നമ്പറിന്റെ ഡിവിസിബിലിറ്റി, 4 എന്ന് പറയുന്ന നമ്പറിന്റെ ഡിവിസിബിലിറ്റി, 8 എന്ന് പറയുന്ന നമ്പറിന്റെ ഡിവിസിബിലിറ്റി, ഇത്രയും ഡിവിസിബിലിറ്റിയും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. വേണമെങ്കിൽ നമുക്ക് 16നെ കൂടെ ഉൾപ്പെടുത്താം. 16 എന്ന് പറയുന്ന നമ്പറിന്റെ ഡിവിസിബിലിറ്റി. ഒരു നമ്പറിൽ 2 ഉണ്ടോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം? ഇപ്പൊ ഉദാഹരണത്തിന് 322 2 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റിൽ 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഈ നമ്പർ മൊത്തത്തിൽ 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സിമ്പിളാ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 378. 8ൽ 2 ഉണ്ട്, അതുകൊണ്ട് ഈ നമ്പറിൽ മൊത്തത്തിൽ 2 ഉണ്ട്. ഇനി 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 324. ഇതിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് നോക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കണം. അതായത് ഒരു നമ്പർ ഇപ്പോ 378, ഇതില് 4 ഉണ്ടോ നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനത്തെ 2 അക്കങ്ങളിലേക്ക് നോക്കുക. 78ൽ 4 ഉണ്ടോ? നമുക്കറിയാം മൾട്ടിപ്പിൾസ് എങ്ങനെയാ പോകുന്നത്.
72. 72-ൽ 4 ഉണ്ട് അല്ലേ? നമ്മൾ 18 × 4 ആണ് 72. ഗുണന പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 18 × 4 ആണ് 72. 19 × 4 76 ആണ്. അതായത് 78-ൽ ആരില്ല? 4 ഇല്ല. 76 വരെ 4 ഉള്ളൂ. പിന്നെ 80-ലാണ് 4 ഉള്ളത്. അപ്പൊ 78-ൽ 4 ഇല്ല. 78-നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. ഇല്ലെങ്കിൽ ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇതാണ് അവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 78/4 നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ 378-ൽ ആരില്ല? 4 ഇല്ല എന്ന് നമുക്ക് പറയാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1,12,312. 12 അവസാനത്തെ രണ്ടക്കം 12. 12-ൽ 4 ഉണ്ടല്ലോ. 3 4 12. 12-ൽ 4 ഉണ്ടെങ്കിൽ ഈ മൊത്തം നമ്പറിലും 4 ഉണ്ട്. ഇതാണ് അവിടുത്തെ കൺസെപ്റ്റ്. അപ്പൊ ഒരു നമ്പർ, ഒരു രണ്ടക്ക സംഖ്യ കാണുമ്പോൾ അതിൽ 4 ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. വേറെ ബുദ്ധിമുട്ടൊന്നും അവിടെ വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ 8-ന്റെ വരുമ്പോഴോ, 8-ലേക്ക് വരുമ്പോ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു നമ്പർ തരികയാണ് 1216. അപ്പൊ നിങ്ങള് 2-ന്റെ നോക്കി എങ്ങനെയാ ലാസ്റ്റ് ഒരു ഡിജിറ്റ് നോക്കി, 4-ന്റെ നോക്കി എങ്ങനെയാ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കി. അപ്പൊ 8-ന്റെ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് അറിയാം എന്ത് 2 എന്ന് പറഞ്ഞാൽ 2^1 ആണ്. അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് ഒരു ഡിജിറ്റ് നോക്കി. 4 എന്ന് പറഞ്ഞാൽ 2^2 ആണ്. അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കി. 8 എന്ന് പറഞ്ഞാൽ 2^3 ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നോക്കണം. അവസാനത്തെ 3 അക്കങ്ങൾ നോക്കണം. ഈ അവസാനത്തെ 3 അക്കങ്ങൾ ലാസ്റ്റ് 3 ഡിജിറ്റ്സ്. അവസാനത്തെ 3 അക്കങ്ങളിൽ 8 ഉണ്ടെങ്കിൽ ഈ മൊത്തം നമ്പറിൽ ആരുണ്ടെന്നാ? 8 ഉണ്ടെന്നാ. പക്ഷെ അവസാനത്തെ 3 അക്കങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് 8 ഉണ്ടെന്ന് മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഓർത്തോണം? 200-ൽ 8 ഉണ്ട്, 400-ൽ 8 ഉണ്ട്, 600-ൽ 8 ഉണ്ട്, 800-ൽ 8 ഉണ്ട്, 1000-ൽ 8 ഉണ്ട്. 1000-ൽ 8 ഉണ്ട് എന്ന് പറഞ്ഞാൽ അവസാനത്തെ 3 അക്കം 0 വന്നാൽ അവിടെ 8 ഉണ്ട്. ആ നമ്പറിൽ 8 ഉണ്ട് എന്ന് പറയാം. അതായത് 8000 എന്ന് പറയുന്ന നമ്പറിലും 7000 എന്ന് പറയുന്ന നമ്പറിലൊക്കെ ആരുണ്ട്? 8 ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഓർക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക. പിന്നെയോ ഇതിനോടൊക്കെ 8 കൂട്ടിയാൽ അത് 8-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 8 കൂട്ടിയാൽ 8-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 8 തന്നെ കൂട്ടണം നിർബന്ധമില്ല. 40 കൂട്ടിയാലും 8-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 40 കൂട്ടിയാലും 8-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. മറന്നു പോയത്. അതായത് 200 8-ന്റെ മൾട്ടിപ്പിൾ ആണ്, 208 8-ന്റെ മൾട്ടിപ്പിൾ ആണ്, 200 8-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 240 8-ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് ഓർക്കുക. ഓക്കെ, ഇത്രയും വാല്യൂസ് കൂട്ടിയാൽ 8-ന്റെ മൾട്ടിപ്പിൾ തന്നെ കിട്ടുക എന്നുള്ള ഓർത്തുള്ള. അതുപോലെ തന്നെ ഇത് 200 400 600 800 1000 എല്ലാം ഇരട്ട സംഖ്യകളല്ലേ? 2 4 6 8. ഒറ്റ സംഖ്യകൾ വരുമ്പോഴോ 100 8-ന്റെ മൾട്ടിപ്പിൾ അല്ല, പക്ഷെ 120 8-ന്റെ മൾട്ടിപ്പിളാ. പ്ലസ് 40 ചെയ്താലും പറ്റും. 160 8-ന്റെ മൾട്ടിപ്പിളാ. ഇനി 120 8-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 220 120 8-ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 320 8-ന്റെ മൾട്ടിപ്പിൾ ആണ്, 520 8-ന്റെ മൾട്ടിപ്പിൾ ആണ്, 720 8-ന്റെ മൾട്ടിപ്പിൾ ആണ്, 920 8-ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോ 20-ൽ അവസാനിക്കുന്ന ഒറ്റ സംഖ്യ നൂറുകളൊക്കെ 120 320 520 720 920 ഇതൊക്കെ 8-ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ക്വസ്റ്റ്യനിൽ വരികയാണ് 3,216 8-ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യുക? 3,216 കൊണ്ട് എന്താ എഴുതിയത്? സോറി ഓക്കെ, മാറ്റട്ടെ. അത് നമ്മൾ നേരത്തെ എഴുതിയതാ. 7,12,726. ഇത് 8-ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് പറയാൻ നിങ്ങൾ അവസാനത്തെ ആ 3 അക്കത്തിലേക്കാണ് നോക്കേണ്ടത് അല്ലേ? ആ 3 അക്കത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഒരേ ഒരു കാര്യം മാത്രമാണ്. 700 എന്ന് തുടങ്ങുന്ന എവിടെയാ 8-ന്റെ മൾട്ടിപ്പിൾ ഉള്ളത്? 720-ലാണ്. 720-നോട് ഇവിടെ ഒരു 6 അല്ലേ കൂട്ടിയത്? 6 കൂട്ടിയ 8-ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 720-നോട് 8 കൂട്ടണം, എന്നാലും 8-ന്റെ മൾട്ടിപ്പിൾ ആവുള്ളൂ. ഇല്ലേ 8 കുറയ്ക്കണം, ഇല്ലേ 16 കൂട്ടണം, ഇല്ലേ 16 കുറയ്ക്കണം. അപ്പൊ ഇതെന്തല്ല? 8-ന്റെ മൾട്ടിപ്പിൾ അല്ല. ഈ നമ്പർ മൊത്തത്തിൽ 8-ന്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇങ്ങനെ വരുമ്പോഴോ ഇവിടെ 600 തുടങ്ങുന്നത്. 600-ൽ തുടങ്ങുന്ന ആരാ? 600 8-ന്റെ മൾട്ടിപ്പിളാ. പ്ലസ് ഒരു 16 അല്ലേ ഇവിടെ ഉള്ളത്? ആ 16 8-ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അതുകൊണ്ട് ഇത് മൊത്തത്തിൽ 8-ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ നമ്പർ മൊത്തത്തിൽ 8-ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇങ്ങനെയാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന കേസ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എങ്ങനെയാണ് നമ്മൾ 16 കൊണ്ട് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക. 16 എന്ന് പറഞ്ഞാൽ
2/4 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങൾ കമന്റിൽ പറയാ എങ്ങനെയാണ് ഒരു നമ്പർ കാണുമ്പോൾ 16 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ വെച്ചേക്കാം, നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. 3,32,000 ഒന്നുകൂടെ ഹരിക്കാൻ പറ്റുന്ന രീതി വരട്ടെ. 2,23,264. ഓക്കെ, ഈ നമ്പറിനെ 16 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഡയറക്റ്റ് വേണമെങ്കിൽ ഹരിച്ചു നോക്കാം, പക്ഷെ അത് ഒരുപാട് സമയം എടുക്കും. നമ്മളെ ഐഡിയ എന്തായിരിക്കും എന്ന് ഊഹിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുവരെ കേട്ട ക്ലാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് 16 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതോടെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റിമൈൻഡർ തിയറം ആയിരിക്കും. നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്പർ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് റിമൈൻഡർ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ മസ്റ്റ് ആയിട്ടും ഉണ്ടാവുക. ഈ ക്ലാസ് ഗ്രൂപ്പ് ഡി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ ഈ പഠിക്കാനുള്ള അവസരം വേസ്റ്റ് ആക്കാണ്ടിരിക്കുക, ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ കോഴ്സുകൾ എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കോഴ്സുകൾ എടുക്കുക, ഇല്ലെങ്കിൽ യൂട്യൂബ് തന്നെ നോക്കി പഠിക്കുക. എങ്ങനെയാണെങ്കിലും അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടട്ടെ, ഈ ഗ്രൂപ്പ് ഡിയിൽ തന്നെ ജോലി വാങ്ങിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.